Hi friends, അപ്പോൾ നമ്മുടെ എക്സാമിംഗ് എത്തി. എക്സാമിൽ മാത്സിൽ ഫുൾ മാർക്സ് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് മിസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഗോൾ. നമ്മുടെ ഗോൾ എന്താ? മാത്സിൽ ഫുൾ മാർക്സ് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അപ്പോൾ ഗോള് മാത്രം മതിയോ? പോരാ, നമുക്കൊരു പ്ലാനും കൂടെ വേണം. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് എക്സാമിനുള്ളൂ. അപ്പോൾ മിസ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല, ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ദിവസം രാവിലെ എണീറ്റിട്ട് ഞാനിന്ന് മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം, അല്ലെങ്കിൽ വേണ്ട സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം, അതും വേണ്ട ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് പഠിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസം വെറുതെ വേസ്റ്റാണ്. നമ്മൾ ഒരു കാര്യം പഠിക്കുകയില്ല. പിന്നെ നമുക്ക് ടെൻഷനാണ്, കുറേ ദിവസമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള റിഗ്രറ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടൊരു പ്ലാൻ വയ്ക്കുക. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പഠിക്കുക. അതാണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ലേണിംഗ് ബൈ ഹാർട്ട്. ലേണിംഗ് ബൈ ഹാർട്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് പഠിക്കുക, അല്ലാതെ ബൈ ഹാർട്ട് സ്റ്റഡി ചെയ്യരുത്. അപ്പോൾ നമ്മൾ മാത്സ് ഒക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കത് എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ അവസ്ഥയായിപ്പോൾ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഫുൾ പുക പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? മാത്സ് ഒക്കെ എഴുതി ചെയ്ത് തന്നെ പഠിക്കാം. അതുപോലെ ബൈ ഹാർട്ട് ലേണിംഗ് ഒഴിവാക്കുക. ബൈ ഹാർട്ട് ലേണിംഗിൽ നമ്മൾ ഒരു കാര്യം മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മാത്സ് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. മാത്സ് ഒരു കാരണവശാലും നിങ്ങൾ വായിച്ച് പഠിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾക്കൊരു കാര്യം എപ്പോഴും ഏറ്റവും എളുപ്പം മനസ്സിലാവുന്നത് നമ്മുടെ മദർ ടങ്ങിൽ കേൾക്കുമ്പോൾ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കേൾക്കുമ്പോഴാണ് നമുക്കൊരു കോൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്സ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലാസ് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ട്ബുക്ക് വെച്ചിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോയെന്ന്. ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ രണ്ടാമതായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലാതെ നമ്മുടെ മാത്സ് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്സ് ഒരിക്കലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് തന്നെ പഠിക്കണം മാത്സ്. ഒരു പേപ്പറും പെന്നും എടുക്കുക, കുറേ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എവിടെയെങ്കിലും ഫൈൻഡ് ചെയ്യാം. നമുക്ക് ഗൂഗിളിൽ സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ നോട്ടിൽ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും സ്റ്റക്കായി പോകില്ല. അപ്പോൾ ഇനി വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ച് തന്നെ നോക്കുക. എക്സാമിൻ്റെ ടൈമിൽ വരയ്ക്കാമെന്നൊരു പ്ലാൻ വെക്കുകയാണെങ്കിൽ അത് വർക്കൗട്ട് ആയിക്കോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വരച്ച് തന്നെ പഠിക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് റിവിഷൻ ആണ്. അപ്പോൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസും കൂടെ ചെയ്യണം. അപ്പം എക്സാമിൻ്റെ തലേ ദിവസത്തേക്ക് എല്ലാം കൂടെ കൂട്ടി വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്നും തീരില്ല, നമുക്ക് ടെൻഷനായിരിക്കും. അയ്യോ ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ടെൻഷൻ. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ മാത്സ് ആണ്, അപ്പോൾ നമ്മൾ എഴുതി തന്നെ നോക്കണം, ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് തന്നെ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. അതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയർ എക്സാംസിൻ്റെ മോഡൽ തന്നെയാണ് നമുക്ക് ഇനി വരുന്ന എക്സാംസും ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ടത് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമിൽ മാത്സിൽ ഫുൾ മാർക്സ് നിങ്ങൾക്ക് ഷുവർ ആണ്.